ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. 1 ദിനവൃത്താന്തം 5-ാം അധ്യായം നമ്മളിന്ന് വായിക്കുകയാണ്. ഇതിലാദ്യം രൂബേൻ്റെ സന്തതികളെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഗോത്രപിതാവായ യാക്കോബിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ 12 മക്കളിൽ മൂത്ത മകനായിരുന്നു രൂബേൻ എന്ന് നമുക്കറിയാം. എന്നാൽ രൂബേൻ പിതാവിൻ്റെ കിടക്കയെ മലിനമാക്കി. പിതാവിൻ്റെ ഉപനാരിയായിരുന്ന ബിൽഹായെ അദ്ദേഹം പരിഗ്രഹിക്കുകയും അത് മുഖാന്തരം അദ്ദേഹം ശപിക്കപ്പെടുകയും ചെയ്തു. വെള്ളം പോലെ തുളുമ്പുന്നവനെ നീ ശ്രേഷ്ഠനാവുകയില്ല എന്ന് യാക്കോബ് രൂബേന് കൊടുക്കുന്ന ശാപം പിന്നീട് നമ്മൾ വായിച്ചതാണ്. മറ്റെല്ലാ മക്കളെയും അനുഗ്രഹിച്ചപ്പോൾ രൂബേന് ആ ശാപമാണ് കിട്ടിയത്. എന്നാൽ മോശയുടെ കാലം വന്നപ്പോഴത്തേക്കും അതിൻ്റെ പരിണതഫലമായി ജനത്തെ ഗോത്രങ്ങളെ എണ്ണിയപ്പോൾ രൂബേൻ ഗോത്രത്തിൽ വളരെ എണ്ണം കുറഞ്ഞു കാണുകയും മോശ രൂബേന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത സംഭവങ്ങളൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിച്ചതാണ്. അതുകൊണ്ട് ഈ ഒരു പാപം ചെയ്തതുകൊണ്ട് രൂബേന് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുകയും ജോസഫിൻ്റെ മക്കൾക്ക് ആ ജ്യേഷ്ഠാവകാശം ലഭിക്കുകയും ചെയ്തു. ചെയ്യുന്ന പാപത്തിൻ്റെ പരിണതഫലം അവിടെ തലമുറകളിലേക്ക് വ്യാപിക്കുന്നതായി പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ടല്ലോ. പുതിയ നിയമത്തിലും നമ്മൾ മനഃപൂർവ്വം പാപം ചെയ്യുമ്പോൾ അതിൻ്റേതായ ശിക്ഷ നമുക്കും നമ്മുടെ തലമുറകളിലേക്കും വ്യാപരിക്കുമെന്ന കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ അതിനുശേഷം രൂബേനെ വംശാവലിയിൽ ഒന്നാമനായി അവിടെ പരിഗണിക്കപ്പെടുന്നില്ല. യൂദ സഹോദരന്മാരുടെ ഇടയിൽ പിന്നെ പ്രബലനായി നമ്മൾ കാണുന്നത് യഹൂദ ഗോത്രത്തെയാണ്, യൂദായെയാണ്. അവനിൽ ഒരു നായകനുണ്ടായിട്ടും ജന്മാവകാശം ജോസഫിന് തന്നെയാണ് ലഭിച്ചത്. ജോസഫിന് മക്കൾക്കാണ് ലഭിച്ചതെന്ന് നമുക്കറിയാം. രൂബേൻ ഗോത്രത്തിലെ നേതാവായിരുന്ന ബേറായ ഇസ്രായേൽ രാജാവ് അടിമത്തത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സംഭവം ഇതിനോട് ചേർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഗാദിൻ്റെ സന്തതികളെക്കുറിച്ചാണ്. അതിലൊരു പ്രമുഖൻ്റെ പേര് പറയുന്നു ജോയൽ. നമുക്കറിയാം ഈ രൂബേൻ ഗോത്രത്തിന് വടക്ക് യോർദാൻ അപ്പുറം ഗിലെയാദിലായിരുന്നു ഗാദ് താമസിച്ചിരുന്നത്. മനശ്ശെയുടെ പകുതി ഗോത്രമൊക്കെ ആയിട്ട് അവർ മോശയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ അവർക്ക് കൂടുതൽ ആടുമാടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതിനെ മേയ്ക്കുവാൻ അവിടെ പച്ചപ്പുറമുള്ളത് കൊണ്ട് അത് തിരഞ്ഞെടുക്കുകയും അവർ യോർദാൻ്റെ മറുകരയിലേക്ക് മറ്റ് ഗോത്രങ്ങളുടെ കൂടെ പോകാതിരിക്കുകയും വീതം വെച്ചപ്പോൾ അവിടെ ലഭിച്ച സ്ഥലം അവർക്ക് അവകാശമായി ലഭിക്കുകയും ചെയ്ത കാര്യങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. എന്നാൽ പിന്നീട് നമ്മൾ അതിൻ്റെ 18 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. റൂബേൻ, ഗാദ്, മനശ്ശെയുടെ അർദ്ധഗോത്രത്തിലുള്ള ആളുകൾ യുദ്ധവീരന്മാരായിരുന്നു. അവർ ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരും, അത് 18-ാം വാക്യം, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചവരും ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരുമായിരുന്നു. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടുവെന്നാണ്. മനുഷ്യ ജീവിതത്തിൽ മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലും നമുക്ക് കുറവുകളും പാവങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. എന്നാൽ ദൈവത്തെ നമ്മൾ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാനും നമ്മെ സ്നേഹിക്കുവാനും നമ്മെ കരുതുവാനും സംരക്ഷിക്കുവാനും ദൈവം എപ്പോഴും സന്നദ്ധനാണെന്ന് നമ്മൾ ഓർക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കായൻ ഹാബേലിനെ കൊന്നതിന് ശേഷം ദൈവസന്നിധി വരുമ്പോൾ യഹോവയായ ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിൻ്റെ അനുജനായ ഹാബേൽ ഇവിടെ? അവൻ്റെ മറുചോദ്യം, ഞാൻ നിൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? അപ്പോൾ യഹോവ പറഞ്ഞു, നീ എന്ത് ചെയ്തു? നിൻ്റെ അനുജൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. അതുകൊണ്ട് ഭൂമി ഇനി മേലാൽ നിൻ്റെ വീര്യം നിനക്ക് തരികയില്ല എന്ന് അവന് ശാപം കൊടുക്കുകയാണ്.
അത് കേട്ട ഉടനെ തന്നെ കായൻ അവിടെ അനുദപിക്കുന്നുണ്ട്. ദൈവമേ, എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലുതാണ്. ഇനി ആരെങ്കിലും എന്നെ ഈ ഭൂമുഖത്ത് കണ്ടാൽ എന്നെ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് കായൻ അവിടെ വിലപിക്കുന്നത് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ യഹോവയായ ദൈവം പറയുന്നൊരു മറുപടി ഉണ്ട്. ഇനി കായനെ ഇതിൻ്റെ പേരിൽ ആരെങ്കിലും കൊന്നാൽ അവന് ഞാൻ 7 ഇരട്ടി പകരം അവനോട് ചെയ്യും. കാരണം ഇപ്പോൾ ദൈവസ്ഥനിൽ നിൽക്കുന്ന കായൻ ഇതിനു മുമ്പുള്ള കായനല്ല. അതിനു മുൻപ് കൊലപാതകിയായ ഒരു കായനെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്നത് അനുദപിച്ച ഒരു പാപിയായിട്ടാണ് കായൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഒരു വാക്ക് അവൻ അനുദപിച്ചതേ ഉള്ളൂ. അത് യഥാർത്ഥമായ അനുതാപമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അവന് അടയാളം കൊടുക്കാൻ കാരണമായിട്ട് തീർന്നത്. നമ്മുടെ ജീവിതത്തിലും മാനുഷിക ബലഹീനതയാലും സാഹചര്യ സമ്മർദ്ദങ്ങളാലൊക്കെ കുറവുകളുണ്ടാകുമെങ്കിലും യഥാർത്ഥമായി മനസ്സുരുകി നമ്മളൊന്ന് പശ്ചാത്തപിച്ചാൽ അതൊക്കെ ക്ഷമിക്കുവാൻ നമ്മുടെ ദൈവം സന്നദ്ധനാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. നിൻ്റെ പാപം എത്ര കഠിനമായിരുന്നാലും എത്ര കടിഞ്ഞുവപ്പായിരുന്നാലും മഞ്ഞുപോലെ ശുദ്ധീകരിക്കാമെന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം, യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യം നമ്മൾ ഓർക്കുക. ഇതുപോലെ ഈ രൂപേൻ്റെയും ഗാദിൻ്റെയും ഒക്കെ ഗോത്രങ്ങളിൽ ഒക്കെ കുറവുകളുണ്ടെങ്കിലും അവർ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ അനവരതമായി അനുഗ്രഹിക്കുന്നതും അവരുടെ ശത്രുക്കളുടെ മുൻപാകെ അവർക്ക് ജയം വരാൻ സാധിക്കുന്നതും അവരുടെ തലമുറകളിൽ യുദ്ധവീരന്മാരായ ധാരാളം യോദ്ധാക്കൾ ഉണ്ടാക്കുന്നതൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ സമർപ്പണമാണ് നമുക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമായി ഭവിക്കുന്ന കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. 23-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്നു, പിന്നീട് ഈ മനശ്ശെയുടെ ഗോത്രം അനേകായിരമായിട്ട് അവർ വർദ്ധിച്ചു. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അവർ പിന്മാറുകയും ദൈവത്തെ മറക്കുകയും അന്യദൈവങ്ങളെ വീണ്ടും ആരാധിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തു. അപ്പോൾ യഹോവയായ ദൈവം അസറിയൻ രാജാവായ പൂലിനെ അഥവാ തിഗ്ലത്-പിലേസറിനെ അയക്കുകയും അവർ അവരെ വീണ്ടും അടിമത്തത്തിലേക്കൊക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നതായ യുദ്ധത്തിൽ തോൽപ്പിക്കുകയും അടിമത്തത്തിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ ദൈവം ഒരു കാര്യം മാത്രമേ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. നമ്മുടെ സ്നേഹം ദൈവത്തിൽ നിന്ന് മറ്റെങ്ങോട്ടും പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറ്റു ദൈവങ്ങളെയൊക്കെ ആരാധിച്ചെന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണല്ലോ. ദൈവം നമ്മിൽ നിന്ന് ചോദിക്കുന്നത് അത് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ഓർക്കുക. നമ്മുടെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ല. നമ്മുടെ സമ്പത്തോ നമുക്കുള്ളതൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം നമ്മുടെ സ്നേഹവും നമ്മുടെ സമർപ്പണവും മാത്രമാണ്. കാരണം അത്രമാത്രം ദൈവം നമുക്ക് വേണ്ടി സമർപ്പിച്ചയാളാണ്. തൻ്റെ ജീവനെ തന്നെ നമുക്ക് മറുപടിയായി തന്നവനാണ്. ആ ദൈവസ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് ആ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ദൈവത്തെ നമ്മൾ സ്നേഹിക്കുവാൻ. ദൈവികമായ സ്നേഹം അത് തിരിച്ചറിഞ്ഞ ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്കിടയായിത്തീരണം. ഈ വേദഭാഗമൊക്കെ വായിക്കുമ്പോൾ അതിന് നമ്മെ സഹായിക്കട്ടെ. ഇതുപോലെ തന്നെ ഈ രൂപേൻ്റെ പാപത്തിന് തുല്യമായി പുതിയ നിയമത്തിലും 1 കൊരിന്ത്യർ 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ്ലീഹ കൊരിന്ത്യ സഭയിലെ അന്നത്തെ ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ ഒരുവൻ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോലെ അവനെ നീക്കം ചെയ്യാൻ നിങ്ങളിപ്പോഴും തയ്യാറായിട്ടില്ലേ? നമുക്കന്നറിയാം, അന്നത്തെ കാലത്ത് ബഹുഭാര്യാത്വമാണുള്ളത്. ആ പശ്ചാത്തലത്തിലാണ് അതൊക്കെ പറയുന്നത് നമ്മൾ ഓർക്കുക. അപ്പം ആ പാപകരമായ എല്ലാ പ്രവൃത്തികളും നമ്മളിൽ നിന്ന് ദൂരീകരിച്ച് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തിയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം അതിന് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.